നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഈ അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ ഗുരുതര വീഴ്ചയുടെ നേർക്കാഴ്ചകളാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. പ്രസവശേഷം ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെന്നും അണുബാധയെ തുടർന്നാണ് മരണം എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഡിസ്ചാർജ് ആകും വരെ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. തുടരെ പരാതികൾ. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജെങ്കിൽ ഇന്ന് SIT ആശുപത്രി. പ്രസവശേഷം ആരോഗ്യവതിയായി വീട്ടിലേക്ക് മടങ്ങിയ 26-കാരി ശിവപ്രിയയാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയത്. ആരോഗ്യ സാമൂഹിക മേഖലകളിൽ കേരളം നമ്പർ 1 എന്ന അവകാശവാദങ്ങളെ അപ്രസക്തമാക്കി കളയുന്ന വാർത്തകളാണ് സമീപ ദിവസങ്ങളിൽ വരുന്നത്. സിസ്റ്റം എന്ന ഓമന പേരിൽ വിളിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ അടിമുടി തകർന്നതിന്റെ എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. തന്റെ കുഞ്ഞിന്റെ മുഖം കാണാനായി മാസങ്ങൾ കാത്തിരുന്നാണ് ഗർഭിണികളായ സ്ത്രീകൾ പ്രസവത്തിനായി ആശുപത്രികളിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം കരിക്കകം സ്വദേശിനി ശിവപ്രിയയും ഏറെ സന്തോഷത്തോടെയാണ് SIT ആശുപത്രിയിലേക്ക് പ്രസവത്തിനായി പോയത്. ഒടുവിൽ അണുബാധയെ തുടർന്ന് യുവതി മരിച്ചു. കഴിഞ്ഞ മാസം 25-നാണ് കുഞ്ഞു ജനിച്ചു എന്ന സന്തോഷ വാർത്ത ആ കുടുംബത്തിലേക്ക് എത്തുന്നത്. എല്ലാവരും ഏറെ സന്തോഷിച്ചു. എന്നാൽ ശിവപ്രിയയ്ക്ക് മനസ്സറിഞ്ഞു സന്തോഷിക്കാനുള്ള സമയം കിട്ടിയില്ല. സ്വന്തം കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീരുന്നതിനു മുമ്പ് അണുബാധയെ തുടർന്ന് ശിവപ്രിയയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശേഷം ഇന്ന് രാവിലെ ശിവപ്രിയ മരിച്ചു. ചികിത്സാ പിഴവ് മൂലമാണ് ശിവപ്രിയ മരിച്ചത് എന്നാരോപിച്ച് കുടുംബവും വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളും ആശുപത്രി പരിസരത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജോലിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച കണ്ണൂർ സ്വദേശി ശ്രീഹരി മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതേ അനാസ്ഥയുടെ ഇരയായി വേണു എന്ന മറ്റൊരു മനുഷ്യനും മരിച്ചു. ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയ വേണുവിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചികിത്സാ പിഴവ്, അനാസ്ഥ എന്നൊക്കെ കേരളത്തിലെ ആശുപത്രികളെക്കുറിച്ച് പറയുന്നത് പാതകമാണെന്ന് പറയുന്ന സംഘം ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് സമീപകാലത്ത് പരസ്യമായി പറഞ്ഞത് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2023 മാർച്ച് 23-ന് തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയറുമായി ഇപ്പോഴും തീ തിന്നു ജീവിക്കുന്നു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈക്ക് പകരം ശസ്ത്രക്രിയ നടത്തിയത് 4 വയസ്സുകാരിയുടെ നാവിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഴയ കെട്ടിടം തകർന്നു വീണ് ഒരു മരണവും സംഭവിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ കാര്യങ്ങളെല്ലാം സുതാര്യമാണോ? അല്ലെന്ന് അവിടെ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം. സ്വാധീനമുള്ളവർക്ക് മികച്ച ചികിത്സ, അല്ലാത്തവർക്ക് എന്തും സംഭവിക്കാം എന്ന അവസ്ഥ. മുൻകാല ചികിത്സാ പിഴവുകൾക്ക് സമാനമായി ഇന്നും ആരോഗ്യമന്ത്രിയുടെ കോപ്പി പേസ്റ്റ് മറുപടി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതുകൊണ്ട് മാത്രം തീരുന്നതാണോ ഈ പിഴവുകൾ? തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. സിസ്റ്റത്തിന്റെ തകരാർ ഇനി എന്ന് പരിഹരിക്കപ്പെടുമെന്നുള്ള ചോദ്യം, എപ്പോൾ പരിഹരിക്കപ്പെടുമെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ജനകീയ പ്രതിഷേധത്തെ തുടർന്നടച്ച താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് സംസ്കരണ പ്ലാന്റ് തുറന്നു. പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും തുടങ്ങിയെന്നാണ് ഫ്രഷ് കട്ട് മാനേജിംഗ് ഡയറക്ടർ സുജീഷ് കോലോത്തൊടി 24-നെ അറിയിച്ചത്. അതേസമയം പ്രതിഷേധം ശക്തമാക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ മാസം 21-നാണ് ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെ വലിയ സംഘർഷമുണ്ടായത്. റൂറൽ SP KE ബൈജു ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും സമരസമിതി പ്രവർത്തകർക്കും പരിക്കുപറ്റി. അതിന് പിന്നാലെയാണ് ഫാക്ടറി അടച്ചിട്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ഫാക്ടറി തുറന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏക കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഫ്രഷ് കട്ട്. അതുകൊണ്ടുതന്നെ ഇതിന്റെ പ്രവർത്തനം നിർത്തിയാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന നിരീക്ഷണമാണ് ഹൈക്കോടതിക്കുണ്ടായത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് കൃത്യമായി പരിശോധന നടത്തണമെന്ന നിർദ്ദേശവും ഉൾപ്പെടുത്തിയാണ് പ്ലാന്റ് തുറക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്.
ഇതിനെ തുടർന്നാണ് പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയത്. സ്ഥാപനം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് ശേഷം ഞങ്ങൾക്ക് വൈകിട്ട് 6:30 മുതൽ 12 വരെ കമ്പൽസറി ഷട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ DLFMCയുടെ കമ്മിറ്റിയിൽ. അപ്പം 12 ശേഷം ഞങ്ങൾ ഭാഗികമായിട്ട് വെള്ളിയാഴ്ച തുറന്നു. ഇന്നലെ മുതൽ പ്ലാന്റ് നോർമൽ രീതിയിലേക്ക് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഫ്രഷ് കട്ട് ഫാക്ടറി അടച്ചുപൂട്ടുന്നതുവരെ സമരവുമായി ഏതറ്റം വരെയും പോകുമെന്നാണ് സമരസമിതിയുടെ നിലപാട്. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചെയർമാനും കൺവീനറും ട്രഷററും അടക്കം എല്ലാവരും മാറി നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇവിടെ അവർക്കെതിരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ വെച്ച് ചാർജ് ചെയ്ത് അവരെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഈ സമരസമിതിയെ തച്ചുടയ്ക്കാനുള്ള കൃത്യമായ ഒരു ഗൂഢാലോചന ഭാഗമാണ്. അത് ജില്ലാ ഭരണകൂടവും റൂറൽ SP-യും ഈ കമ്പനിയും ചേർന്നിട്ടുള്ള ഒരു ചങ്ങാത്ത മുതലാളിത്ത പരിപാടിയാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഈ ഒരു കാരണവശാലും ഇനിയൊരു സമരം ഉണ്ടാകരുത്, അവർക്കെതിരെ ഒരു അപശബ്ദം പോലും ഉണ്ടാകരുത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 6 വർഷമായി സമരരംഗത്തുണ്ട് വീട്ടമ്മമാർ. ദുർഗന്ധം കാരണം വീടുകളിൽ കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവർ തെരുവിൽ സമരവുമായി ഇറങ്ങിയത്. ഒരു തവണ പോലും ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിക്കാത്തതുള്ള പ്രതിഷേധവും ഇവർ മറച്ചുവെക്കുന്നില്ല. സമരം തുടരാൻ തന്നെ തീരുമാനം. സമരം എത്ര ബുദ്ധിമുട്ടായാലും വേണ്ടില്ല ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഇതിലൊരു ലാഭമില്ല. ഈ മാസം 12-ന് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മഹാപ്രതിഷേധ റാലി താമരശ്ശേരിയിൽ നടക്കും. പോലീസ് സുരക്ഷയിൽ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കുന്നു. ജനങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതിന് ആര് പരിഹാരം കാണും എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അബിത്ത് കല്ലായിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പ്ലാന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കും പറയാനുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഇതിന് അക്രമത്തിൽ ഇവിടുത്തെ ആളുകൾ പോയിട്ടില്ല. അക്രമം ചെയ്ത ആരാണെന്ന് കണ്ടെത്തേണ്ടത് അധികാരികളാണ്. പിന്നെ ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ വിഷമം എന്തെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അല്ലാത്ത സർവീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വന്നിട്ട് അവരോട് ചോദിക്കൂ. അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുക്കുക കളക്ടർക്ക്. കളക്ടർ റിപ്പോർട്ട് വായിച്ച് അത് തുറന്ന് പ്രവർത്തിക്കാൻ ഓർഡർ കൊടുക്കൂ. അല്ലാതെ പാവപ്പെട്ട പ്രശ്നങ്ങൾക്ക് എന്താണ് വിഷയമെന്ന് പഠിക്കാൻ ഇന്നുവരെ ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല. അറസ്റ്റുള്ളവർ അറസ്റ്റിൽ, മുറിയുള്ളവരും മുറി, അല്ലാത്തവരും ഭക്ഷണം എല്ലാവരും ഒരേ ഒന്നും ഇല്ലാത്തവർ എല്ലാവരും പട്ടിണി എടുക്കുക. അങ്ങനെ ജീവിക്കണ്ടേ? ഞങ്ങളൊന്നും അങ്ങനെ ജീവിക്കുക നിങ്ങൾ പറഞ്ഞു തരി. എങ്ങനെ ഞങ്ങൾ ജീവിക്കേണ്ടി വരും? അല്ലെ ഓരോട് വരാൻ പറയും. ഓരോട് വന്നിട്ട് ഞങ്ങൾ ഒന്നായിട്ട് ഈ പരിസരം ഒന്നായിട്ട് ഞങ്ങളെ നശിപ്പിക്കാൻ പറയും അവരോട്. ഇപ്പം കോടതിയാണെങ്കിലും ഓല ഭാഗത്ത് നമ്മൾ ജനങ്ങളിങ്ങനെ ഇവിടെ ആരും വലിയൊരു പൈസക്കാരും സമ്പത്തുള്ളവരും അങ്ങനൊന്നും അല്ല നമുക്ക് ഇനി ചിലവാക്കി നടക്കാനൊന്നും. പിന്നെ പല കോലത്തിലും പിരിവിട്ട് ആട്ടിയും കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ആ പോൽക്ക് പോയി ഞങ്ങൾ ഈ ഫ്രഷ് കട്ട് ബിരിയാണി ചലഞ്ച് നടത്തിയ പൈസ എങ്ങനെങ്കിലും ഞങ്ങളുടെ നിന്ന് തീരണം. അത് തീർന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഓല അന്ന് പൊളിക്കാനുള്ള തീരുമാനമൊക്കെ തീരുമാനിച്ചത്. അതിനിടയിൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ പണിമുടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. നാളെ അവർ സർവീസ് നിർത്തിവെക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിൽ പ്രതിഷേധിച്ചാണ് ഈ പണിമുടക്ക്. സാമ്പത്തിക നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഈ ബസ് ഉടമകൾ പറയുന്നത്. ബംഗളൂരു, ചെന്നൈയിലേക്കുള്ള യാത്രക്കാർ വലയും എന്നാണ് ഇപ്പോൾ ഈ വാർത്ത സംബന്ധിച്ച് വിപിൻ സി വിജയൻ അറിയിക്കുന്നത് കൊച്ചിയിൽ നിന്ന്. പൊതുജനം ഇനി പോകുന്നത് മലപ്പുറം ആലങ്കോട്ടേക്കാണ്. അവിടെ ആലങ്കോട് പഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിൽ നിലച്ചിരിക്കുന്നു. ഇരുമ്പും സ്റ്റീലും ഉപയോഗിച്ചുള്ള നൂതന സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മാണം. പ്രവർത്തികൾ നിലച്ചതോടെ നിർമ്മാണ സാമഗ്രികൾ നശിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്ത വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ആലങ്കോട് ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നത്. പണി പൂർത്തിയായാൽ 34 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. പക്ഷേ ലൈഫ് മിഷന്റെ ഫ്ളാറ്റിനായി ലൈഫ് മുഴുവൻ കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് അപേക്ഷകർ ചോദിക്കുന്നത്. ആലങ്കോട് പഞ്ചായത്തിൽ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന് സമീപമാണ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. 3 നിലകളുള്ള ബഹുനില കെട്ടിടമാണ് പദ്ധതിയിലുള്ളത്. ഇരുമ്പ് തൂണിൽ കെട്ടി ഉയർത്തി സ്റ്റീൽ ഉപയോഗിച്ചുള്ള നിർമ്മാണം. 34 കുടുംബങ്ങൾക്ക് താമസിക്കാനാകും. 2ാമത്തെ നിലയിലെ റൂഫ് വരെയാണ് പ്രവർത്തികൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തികൾ ദിവസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഇതോടെ കാടുപിടിച്ചും മഴ നനഞ്ഞും നിർമ്മാണ സാമഗ്രികൾ നശിക്കുന്നു. നിരവധിയായ ഭവനരഹിതരായ ആളുകൾ അവരുടെ വീട് കിട്ടാനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ ഒരു നിർമ്മാണ പ്രവൃത്തി ഒരു ഭരണകൂടത്തിൻ്റെ അനാസ്ഥ കൊണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഖജനാവിന് കോടിക്കണക്കിന് രൂപയാണ്.
അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പാഴായ വാഗ്ദാനങ്ങളുടെ ഒരു ഉദാഹരണവുമായി ഈ ഫ്ളാറ്റ് സമുച്ചയം ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. വീടെന്ന സ്വപ്നവുമായി അപേക്ഷകർ ഒരു വശത്ത് കാത്തിരിപ്പിലാണ്. തെരുവ് നായകളും പാമ്പുകളും ഫ്ളാറ്റിൽ താവളമാക്കുന്നുണ്ട്. ഇത് സമീപവാസികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വേറെ. സാങ്കേതിക പ്രശ്നങ്ങളാണ് മുന്നോട്ടു പോക്കിന് തടസ്സമാകുന്നത് എന്നാണ് ലൈഫ് മിഷൻ നൽകുന്ന വിശദീകരണം. ഉടൻ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവർ മുന്നോട്ട് വെക്കുന്നു. പാതി വഴിയിൽ നിലച്ചു പോയ ഈ ഫ്ളാറ്റിൽ ഒരിക്കലെങ്കിലും അർഹതപ്പെട്ടവർക്ക് അന്തി ഉറങ്ങാൻ കഴിയുമോ? അതോ ഈ തൂണിൽ അവശേഷിക്കുന്ന ഒരു സ്വപ്നമായി അവരുടെ ആഗ്രഹങ്ങൾ മാറുമോ? ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അപേക്ഷകർ. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് പേരുടെ സ്വപ്നമാണ് അതിങ്ങനെ പാതി വഴിയിൽ നിലച്ചു പോയിക്കൂടാ. പ്രതികരണങ്ങളിലേക്ക്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കാട് പിടിച്ചെടുക്കുകയും കണ്ടമാനം നായ്ക്കളും മറ്റുള്ള ജന്തുക്കളൊക്കെ ജീവിച്ച് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. മൊത്തത്തിൽ ഇതിവിടെ കാട് പിടിച്ചെടുക്കുന്നു, ഇവിടെ പാമ്പ് വരുന്നു, ഈ സ്റ്റീൽ സ്ട്രക്ചർ നശിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഇതൊരു ഉപയോഗശൂന്യമായി തന്നെ കിടക്കുകയാണ്. ഏകദേശം 5 കൊല്ലത്തോളമായി ഈ ഒരു പ്രവർത്തനവുമായിട്ട് ഇത് തുടക്കം കുറിച്ചിട്ട് നാളിതുവരെയായിട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ ഉപകാരം ലഭിക്കാത്ത രീതിയിലാണ്. ഇപ്പോഴും അവർ യാതന അനുഭവിക്കുന്ന ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് കൊണ്ട് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇത് ആർക്കാണോ കയ്യിലെത്തേണ്ടത് അവരെ കയ്യിൽ എത്താത്തതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ നിവേദനവുമൊക്കെ ഞങ്ങൾ നൽകിയതാണ്. പക്ഷേ ഈ സംരംഭം ഇപ്പോഴും ഇങ്ങനെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും പിന്നെ ഭരിക്കുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സമിതിയുടെ പിന്നെ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. പൊതുനിരത്തിലെ നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് 9 മാസങ്ങൾക്കിടെ കൊച്ചിയിൽ മാത്രം സസ്പെൻഡ് ചെയ്തത് 1121 ലൈസൻസുകളാണ്. ബസ് സർവീസുകൾ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾക്കെതിരെ 24 നൽകിയ വാർത്തയെ തുടർന്ന് ശക്തമായ നടപടിയാണ് ഉണ്ടായത്. നമ്മുടെ റോഡുകളെക്കുറിച്ച് പറഞ്ഞു പഴകിയ ഒരു തമാശയുണ്ട്. ശരം വിട്ടതുപോലെ എയ്തിടത്ത് നിന്ന് എത്തേണ്ടിടത്തേക്ക് ഒരൊറ്റ പോക്കാണ്. എത്തിയാൽ പറയാം എത്തിയെന്ന്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി നിരവധി ലൈസൻസുകൾ റദ്ദ് ചെയ്യപ്പെട്ടു. നിരവധി വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പൊതുനിരത്തിലെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന നടപടികളാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എയർ ഹോണുകൾ പിടിപ്പിച്ച് വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായി കർശന നടപടി വന്നു. നിയമലംഘനം നടത്തുന്നവരെ മുഖം നോക്കാതെ ചെറുക്കുമെന്ന് വകുപ്പ്. കൊച്ചിയിലെ മത്സരം കർശനമായി, കൊച്ചിയിൽ മാത്രമല്ല കോഴിക്കോട് കണ്ണൂർ ഈ ഭാഗത്തെല്ലാം മത്സര ഓട്ടത്തെ കർശനമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ്സിനെ ഓടിക്കാം, അവരാരും ജീവിക്കേണ്ടെന്ന് പറഞ്ഞില്ല. അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി അവർ ഓടുന്നിടത്ത് KSRTC പോലും ചെല്ലുന്നില്ലല്ലോ. അവർ തമ്മിൽ മത്സരിച്ച് നശിക്കുന്നതിന് നമ്മളെന്ത് ചെയ്ത്? അവർ തമ്മിൽ മത്സരിക്കുന്ന ജനങ്ങളെ കൊന്നുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല. ജനങ്ങളെ കൊന്ന് കൊലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള പരിപാടി നമുക്ക് പറ്റില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, ഗതാഗത നിയമങ്ങളുടെ ലംഘനം, ലഹരി മരുന്നുകൾ കൈവശം വെച്ച് വാഹനം ഓടിക്കുന്നത്, അശ്രദ്ധമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നത് തുടങ്ങി വിവിധങ്ങളായ വകുപ്പുകൾ പ്രകാരമാണ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തത്. 9 മാസത്തിനിടെ കൊച്ചിയിൽ 1121 പേരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തു. നിയമലംഘനത്തിന് വാറന്റുകൾ അയക്കുന്ന കേസുകളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കേസുകളിൽ വർധനവും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമടക്കം ചുമത്തി സസ്പെൻഡ് ചെയ്തത് ഏകദേശം 21ഓളം പേരുടെ ലൈസൻസുകൾ. മത്സരയോട്ടവും നിയമലംഘനങ്ങൾ നടത്തിയ ചില സ്വകാര്യ ബസ് സർവീസുകൾക്കെതിരെയും കർശന നടപടിയാണ് ഉണ്ടാകുന്നത്. ദിവസം വരുന്ന കോളുകൾ ഇപ്പോൾ തന്നെ ഈ 1 മിനിറ്റിൽ 4 കോളാണ് വന്നത്. അത്രത്തോളം നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. കോടതി സ്വീകരിച്ച് വേറൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അവരും നേരിട്ട് ദിവസവും അനുഭവപ്പെടുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇത്രത്തോളം കർശനമായ നടപടി സ്വീകരിച്ചത്. അത് ഇനി തുടരുക തന്നെ ചെയ്യും. സ്വകാര്യ ബസ് സർവീസുകളുടെ നിയമലംഘനങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുകളോടെ 24 വാർത്തകൾ നൽകിയിരുന്നു. ഇതേ തുടർന്ന് കർശനമായ പരിശോധനയാണ് കഴിഞ്ഞയാഴ്ച എറണാകുളം നഗരത്തിൽ ഗതാഗത വകുപ്പ് നടത്തിയത്. മറ്റ് ജില്ലകളിൽ നിന്ന് പോലും പരിശോധനയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിച്ചു. ലഹരി കൈവശം വെച്ചും മദ്യപിച്ചും വാഹനമോടിച്ച ഡ്രൈവേഴ്സിനെ പോലീസിന്റെയും MVDയുടെയും എക്സൈസിന്റെയും പ്രത്യേക സംഘങ്ങൾ പിടികൂടുന്ന സാഹചര്യം പോലും ഉണ്ടായി.
നടപടികൾ കർശനമാക്കുമ്പോൾ സ്വകാര്യ വാഹന ഉടമകളിൽ ഒരു ന്യൂനപക്ഷത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ച് കഴിയുന്ന വലിയൊരു ഭൂരിപക്ഷം ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ക്യാമറാമാൻ വിനോദ് മേലിലേക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വാർത്തകൾ കൂടി അറിയിക്കുകയാണ്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ DME എത്തിയെന്നുള്ള കാര്യം ഇപ്പോൾ റിനു ശ്രീധർ അറിയിക്കുന്നുണ്ട്. പ്രതിഷേധക്കാരുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ് DME. അവിടെ BJP നേതാവ് V മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ അവരുൾപ്പെടെ പങ്കെടുക്കുന്നുവെന്നാണ് റിനു ശ്രീധർ അറിയിക്കുന്നത്. മറ്റൊരു വാർത്ത, വൃദ്ധ ദമ്പതികൾക്ക് ജിയോളജി വകുപ്പ് പിഴ ചുമത്തിയ ഒരു സംഭവമുണ്ടത് കാസർഗോഡായിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ജില്ലാ ജിയോളജി വകുപ്പിനോട് റിപ്പോർട്ട് തേടിയെന്നുള്ള കാര്യം അരുൺ പാറക്കൽ കൂടി അറിയിക്കുന്നുണ്ട്. അടുത്ത വാർത്തയ്ക്കായി കാസർകോട്ടേക്കാണ് പോകുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ കർഷകർ ദുരിതത്തിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് സത്യഗ്രഹ സന്ദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കർഷക കൂട്ടായ്മ. ഇപ്പോൾ വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണം എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ വെള്ളരിക്കുണ്ടിൽ കർഷകർ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. കാട്ടാന, കാട്ടുപന്നി എന്നിവയുടെ ആക്രമണമാണ് വെള്ളരിക്കുണ്ടിലെ കർഷകരെ ദുരിതത്തിലാക്കുന്നത്. തെങ്ങിൽ കയറി തേങ്ങയെല്ലാം കുരങ്ങന്മാരും നശിപ്പിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ പ്രതിവിധിയെല്ലാം കടലാസിൽ ഒതുങ്ങുന്നു എന്നാണ് കർഷകരുടെ ആക്ഷേപം. വനം വകുപ്പിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പിലൂടെ പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. കാട്ടുപന്നിയുടെ കാര്യം പഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. കുരങ്ങിൻ്റെ കാര്യത്തിൽ ഷെഡ്യൂൾ 1 നിന്ന് 2 മാറ്റാൻ കേന്ദ്രത്തിന് എഴുതിയിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. പോത്തിനെയോ കാട്ടാനെയോ ശല്യം ചെയ്യുന്നതായിട്ട് കണ്ടാൽ DFO ഓഫീസിലെ സംവിധാനത്തിൽ അറിയിക്കുക, കൂടുതലൊന്നും പറയാനില്ല. നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ അപേക്ഷിക്കുക, അതിനെ സംബന്ധിച്ച് കൂടി ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പ്രഹസനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആയിരക്കണക്കിന് പരാതികൾ കിട്ടിയപ്പോൾ ആളുകളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഈ ഒരു നിലയിൽ പരാതി സ്വീകരിക്കുകയും അതിൽ നിന്ന് മറുപടി വീടുകളിൽ എത്തിക്കുകയാണ്. തെങ്ങ്, കമുക്, വാഴ, കപ്പ തുടങ്ങി ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഫലം തരുന്ന തെങ്ങ് നശിച്ചാൽ കർഷകന് ലഭിക്കുന്നത് വെറും 770 രൂപയാണ്. ഒരു മുരട് കപ്പ നശിച്ചാൽ ലഭിക്കുന്നത് 10 രൂപയും. വാഴവിത്തിന് തന്നെ 20 രൂപ നൽകണം. വളം, കീടനാശിനി, പണിക്കൂലി തുടങ്ങിയ ചെലവ് വേറെയും. എന്നാൽ വാഴ നശിച്ചാലും നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് വെറും 10 രൂപ മാത്രം. 770 രൂപയാണ് ഇപ്പം അതിൻ്റെ നഷ്ടപരിഹാരമായിട്ടുള്ളത്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറണം. 10-15-20 വർഷങ്ങൾക്ക് മുമ്പുള്ള റേറ്റാണ്. ഇന്ന് ഇപ്പോൾ ഉൽപ്പന്നത്തിനൊക്കെ മാന്യം വിലയുണ്ട്, പക്ഷേ ആദായം എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കുരങ്ങൻ്റെ ശല്യം വളരെയധികം കൂടുതലായിട്ടുണ്ട്. കാട്ടുപന്നി അതുപോലെ തന്നെ ഉള്ള കയ്യാലകളും വാഴയെല്ലാം കുത്തി നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ 1500 മൂട് കപ്പയാണ് ഒരു കർഷകൻ്റെ കുത്തി നശിപ്പിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ കർഷകർ കൃഷി ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. വനമേഖല പ്രദേശമുണ്ട്. മലയോര മേഖലയിൽ കൃഷികളെല്ലാം നിർത്തി. കപ്പ, ചേന, ചേമ്പ് എന്ന് വേണ്ട മനുഷ്യ ഭക്ഷ്യയോഗ്യമായ എല്ലാ വിളകളും കൃഷിക്കാർ നിർത്തി. കാരണം അവർക്ക് കിട്ടുന്നില്ല. ഓരോ വർഷം ചെയ്യുന്ന കൃഷിയിൽ 4-1 പോയിട്ട് 10-1 പോലും കിട്ടുന്നില്ല അവസ്ഥയെ. കാരണം കൃഷിക്കാരെല്ലാം മലമുകളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ടൗണിലേക്ക് പോരുകയാണ്. അപ്പോൾ കൃഷി അവിടെ നിലച്ചു. ഒരാഴ്ച നീളുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹ സന്ദേശയാത്ര 15-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വിവിധ കർഷക സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനതല വാഹനജാഥയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ 100 മണിക്കൂർ ഉപവാസവും സംഘടിപ്പിക്കുന്നത്. വന്യജീവി ശല്യം തടയണമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കാസർഗോഡ് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി കൊട്ടാരക്കരയിലേക്കാണ്. കൊട്ടാരക്കരയിലെ കഥകളി മ്യൂസിയം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. കഥകളിയുടെ നാട്ടിൽ കഥകളി മ്യൂസിയത്തിന് അവഗണന എന്നാണ് നാട്ടുകാരുടെ പരാതി. ദേവസ്വം ബോർഡിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും തർക്കമാണ് മ്യൂസിയം ഇങ്ങനെ അടഞ്ഞു കിടക്കാൻ കാരണം. കഥകളി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാന്റെ നാട്ടിലാണ് കഥകളി മ്യൂസിയത്തിന് ഈ ഗതി. കഥകളിയെ സംരക്ഷിക്കാനും കൊട്ടാരക്കര തമ്പുരാന് സ്മാരകവും എന്ന നിലയിലാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാകേന്ദ്രം ആരംഭിച്ചത്. 2011 മുൻപ് വരെ തൃക്കണ്ണമംഗലിലെ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. കൊട്ടാരക്കര തമ്പുരാന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മ്യൂസിയം മാറ്റിയപ്പോൾ കഥകളി പ്രേമികൾ വലിയ പ്രതീക്ഷ പുലർത്തിയതാണ്. ആദ്യഘട്ടത്തിൽ സൗജന്യ പ്രവേശനമായിരുന്നു. കഥകളി ഗവേഷണത്തിനും സ്കൂൾ വിദ്യാർത്ഥികളും സൗകര്യം പ്രയോജനപ്പെടുത്തി. എന്നാൽ നവീകരണ പ്രവർത്തനത്തിനായി 2 വർഷം മുൻപ് അടച്ചു. ഇപ്പോൾ നവീകരണ പ്രവർത്തനവുമില്ല, പൊതുജനങ്ങൾക്ക് പ്രവേശനവുമില്ല. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ സംഭാവന ചെയ്ത ഈ ഒരു വൻപിച്ച കലാരൂപം എന്താണ്, അതിൻ്റെ വേഷങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഈ ഒരു പ്രസ്ഥാനം പൂട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ
അവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് കൊട്ടാരക്കരക്കാർക്ക് ഈ ഗതി വന്നല്ലോ എന്ന വിഷമത്തോടെയാണ് അവരിവിടുന്ന് പോകുന്നത്. ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പും തമ്മിലുള്ള ഭരണപരമായ തർക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പ്രതീക്ഷയോടെ ഇവിടെ എത്തുന്നവർക്ക് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സന്ദർശകർക്ക് മ്യൂസിയത്തിൽ പ്രവേശനമില്ല എന്ന ബോർഡ് കണ്ടു മടങ്ങാം. കഥകളിയുടെ ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വിദേശീയർ പോലും വരുമ്പോൾ ഇവിടെ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നത് കാണുന്നതിനുള്ള സംവിധാനം ഇന്നില്ല. സത്യത്തിൽ കൊട്ടാരക്കരയ്ക്ക് തന്നെ അപമാനകരമായ ഒരു അവസ്ഥയാണിത്. ഇതിൻ്റെ അധികാരികൾ വേണ്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധ കൊടുത്ത് ഇതെത്രയും പെട്ടെന്ന് സജീവമാക്കണം എന്നൊരഭിപ്രായമാണ് കഥകളിയുടെ പേരിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ ഉള്ളത്. കഥകളിയുമായി ബന്ധപ്പെട്ട പഴയ രൂപങ്ങളും ചിഹ്നങ്ങളും ചാക്കുകെട്ടുകളാക്കിയാണ് അവഗണന. കഥകളി എന്ന മഹത്തായ കലാരൂപത്തോടും കൊട്ടാരക്കര തമ്പുരാനോടും ഒരുപോലെയുള്ള അവഗണനയാണ് ഇവിടെ കാണുന്നത്. ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പും തമ്മിലുള്ള തർക്കം തീരുന്നില്ലെങ്കിൽ സർക്കാർ ഇടനില നിന്നെങ്കിലും തർക്കം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം സലിം മാലിക്, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ നാളെ മുതൽ പണിമുടക്കുകയാണ്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സാമ്പത്തിക നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, വിവരങ്ങൾ. യെസ്, ഇപ്പോൾ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇങ്ങനെ സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചെന്നൈയിലേക്കും കർണാടകയിലേക്കുമുള്ള സർവീസുകളാണ് നാളെ വൈകിട്ട് 6 മണി മുതൽ നിർത്തിവെക്കുക. ഇതോടുകൂടി ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കുമുള്ള യാത്രക്കാർ വലിയ ദുരിതത്തിലാകുമെന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം ഇത് ചെന്നൈയിലെയും കർണാടകയിലുമുള്ള അവിടുത്തെ ഭരണാധികാരികൾ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പിഴ ചുമത്തുന്നു എന്നുള്ളതാണ്. അന്യായമായ നികുതി ഈടാക്കുന്നു, പിഴ ചുമത്തുന്നു, വാഹനങ്ങൾ സീസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ഏകദേശം ഒരു 1.5 വർഷത്തോളമായി ഈ ഒരു സ്ഥിതിയാണ്. അവിടേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ അവിടെ നിന്ന് ടാക്സും ഒപ്പം തന്നെ അന്യായമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലാണ് അവിടെ നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകണം. അല്ലാത്ത പക്ഷം വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് വാഹന ഉടമകൾ തന്നെ ഇപ്പോൾ പറയുന്നത്. ഓൾ കേരള ലക്ഷറി ബസ് അസോസിയേഷനാണ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് വരുന്നത്. നാളെ വൈകിട്ട് 6 മണി മുതൽ കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അന്തർ സംസ്ഥാന ബസ്സുകൾ കർണാടകയിലേക്കും ചെന്നൈയിലേക്കും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിപിൻ സി വിജയൻ, കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.